ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. BJPക്കാണ് മേൽക്കൈ. ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞു. ഈ സമയത്ത് ദില്ലിയിൽ 41 സീറ്റിൽ BJPയും 29 സീറ്റിൽ ആം ആദ്മി പാർട്ടിയും മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് വട്ടപൂജ്യം. കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിലായിരുന്നുവെങ്കിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു ദില്ലിയിൽ എന്നാണ് പ്രാഥമിക കണക്കുകൾ നമ്മോട് പറയുന്നത്. ഇപ്പോഴത്തെ റിസൾട്ട് നോക്കിയാൽ, ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് നോക്കിയാൽ നേരിയ വോട്ടിന് ആം ആദ്മി പാർട്ടി പിറകിൽ പോയ മണ്ഡലങ്ങളുണ്ട്. ആ വോട്ടുകൾ 215, 751, 550, 559 എന്നിങ്ങനെയാണ്. 1000-ൽ താഴെ വോട്ടുകൾക്ക് AP പിറകിൽ പോയ 15ഓളം സീറ്റുകൾ നമുക്ക് ഇപ്പോൾ തന്നെ എണ്ണിയെടുക്കാൻ കഴിയും. 15ഓളം സീറ്റുകൾ. ആ മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് നേടിയ വോട്ടുകൾ 1000-നും 2000-നും ഇടയിലാണ്, അല്ലെങ്കിൽ 2500-നും ഇടയിലാണ് എന്നും കാണാൻ കഴിയും. എന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടായിരുന്നുവെങ്കിൽ ഫലം മറിച്ചാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. ആരാണ് അട്ടിമറിച്ചത് ആം ആദ്മി പാർട്ടി AP സഖ്യം? ആരാണ് അട്ടിമറിച്ചത് ഇന്ത്യ മുന്നണി? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഇന്ത്യയിലെ കോൺഗ്രസ് തന്നെയാണ്. ഏറ്റവും ഒടുവിലത്തെ എന്ന് വെച്ചാൽ 11:30 വരെയുള്ള സമയത്തെ വോട്ടിംഗ് ശതമാനം എടുത്ത് പരിശോധിക്കൂ. അപ്പോഴും കാണാൻ കഴിയും എങ്ങനെയാണ് BJP ജയിക്കുന്നത് എന്ന്. BJPക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വോട്ട് 47.1%. 47.1%. ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട് 43.15%. 43.15%. കോൺഗ്രസ് ലഭിച്ച വോട്ടോ 6.75. ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും വോട്ട് ഷെയറുകൾ ഇപ്പോൾ ലഭിച്ചത് കൂട്ടി നോക്കിയാൽ തന്നെ BJPയുടെ വോട്ട് ഷെയറിനേക്കാളും മുകളിൽ പോകും എന്നും 50%-ഓളം വരും എന്നും. എന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ BJPയെ തോൽപ്പിക്കാമായിരുന്നു. BJPയുടെ അഭിമാന പോരാട്ടം അവർക്ക് ജയിച്ചേ തീരൂ ദില്ലിയിൽ. കാരണം ദില്ലി ഇന്ത്യ BJP ഭരിക്കുന്നു, അപ്പോൾ ദില്ലി ആം ആദ്മി പാർട്ടി ഭരിക്കുന്നു എന്നത് BJPക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ, ആ സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കാൻ ഗവർണറെ ഉപയോഗിച്ച് വല്ലാത്ത കളികൾ കളിച്ചിരുന്നു BJP എന്ന് നമുക്കറിയാം. ആ കളിയിൽ അവർ വിജയം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കണക്ക് കൂട്ടണമായിരുന്നു. BJPയുടെ കളിയാണ് അധികാരം പിടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്ന്. അത് മുൻകൂട്ടി കണ്ട് കരുക്കൾ നീക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ദേശീയ തലത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് മുൻകൈയെടുക്കാമായിരുന്നു. പക്ഷേ എടുത്തില്ല എന്ന് മാത്രമല്ല, ആം ആദ്മിയെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം. കാരണം കോൺഗ്രസിന്റെ വോട്ടുകൾ പിടിച്ചാണ് ആം ആദ്മി പാർട്ടി വളരുന്നത്. പഞ്ചാബിലേക്ക് നീങ്ങുന്നു, പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങുന്നു. ആം ആദ്മി പാർട്ടി ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് വലിയ ഭീഷണിയായി മാറുന്നു. BJP വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കേണ്ടത്, ന്യൂനപക്ഷ വോട്ടുകൾ, SC/ST വോട്ടുകൾ, OBC വോട്ടുകൾ ഒക്കെ കൈയടക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ തകർക്കുക, പരാജയപ്പെടുത്തുക എന്നതാണ് ഭാവിയിൽ കോൺഗ്രസിന് നിലനിൽക്കണമെങ്കിൽ ചെയ്യേണ്ടത് എന്ന രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിലേർപ്പെടാൻ കോൺഗ്രസ് തയ്യാറാകാതിരുന്നത്. ഇത് തുടങ്ങിയത് ഇവിടെ നിന്നല്ല, ഹരിയാനയിൽ നിന്നാണ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ ആം ആദ്മി പാർട്ടി ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇന്ത്യ മുന്നണി തന്നെ അക്കാര്യം ചർച്ച ചെയ്യുകയും ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അവിടെയും ഒരു സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ആം ആദ്മി പാർട്ടിയുമായി 3-4 സീറ്റ് നൽകിയിരുന്നുവെങ്കിൽ ആ സംസ്ഥാനം കോൺഗ്രസിന്റെ കയ്യിൽ കിടന്നേനെ. BJP ജയിക്കുമായിരുന്നില്ല. അവിടുത്തെ വോട്ടിംഗ് ശതമാനം മാത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. അതിങ്ങനെയാണ്: BJPക്ക് 39.94% വോട്ടുകൾ, കോൺഗ്രസിന് 39.09% വോട്ടുകൾ. നേരിയ വ്യത്യാസമാണ് BJPക്കുള്ളത്. പക്ഷേ ആം ആദ്മി പാർട്ടി നേടിയതോ 1.79%. BJPയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, നേരിയ ലീഡ് ഉറപ്പായും കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ലഭിക്കുമായിരുന്നു ഹരിയാനയിൽ. അത് പൊളിച്ചത് കോൺഗ്രസ് ആയിരുന്നു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഹരിയാനയിൽ കഴിഞ്ഞ 2 ടേമിൽ മുഴുവൻ സീറ്റും ജയിച്ച് BJP വെന്നിക്കൊടി പാറിച്ച് നടക്കുന്ന സംസ്ഥാനം. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിലേർപ്പെട്ടു.
അപ്പോൾ 5 സീറ്റ് BJP-യിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു കോൺഗ്രസിന്. അതുപോലും അതിന് രാഷ്ട്രീയം പോലും തിരിച്ചറിയാൻ കഴിയാത്ത കോൺഗ്രസ് നേതൃത്വം, ആ കോൺഗ്രസ് നേതൃത്വത്തിന് എങ്ങനെ BJP-യോട് പോരാടാൻ കഴിയും, BJP-യെ പരാജയപ്പെടുത്താൻ കഴിയും? ഇന്ത്യ മുന്നണിയുടെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്നത് കോൺഗ്രസിന് ശക്തിയുള്ള സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ BJP-യുമായി കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി കോൺഗ്രസോടൊപ്പം നിൽക്കുക. മറ്റ് സംസ്ഥാനങ്ങളുണ്ട് കോൺഗ്രസ് ദുർബലമാകുകയും പ്രാദേശിക കക്ഷികൾ BJP-യുമായി നേരിട്ട് ഏറ്റുമുട്ടുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. ആ സംസ്ഥാനങ്ങളിൽ ആ പ്രാദേശിക കക്ഷി, ഏത് പ്രാദേശിക കക്ഷിയാണോ കോൺഗ്രസുമായി ഏറ്റുമുട്ടുന്നത്, ഉദാഹരണത്തിന് UP-യിൽ സമാജ്വാദി പാർട്ടിയാണ് എന്നതുപോലെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ BJP-യെ പരാജയപ്പെടുത്താൻ പ്രാദേശിക പാർട്ടിക്ക്, അവിടെ BJP-യുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന പ്രാദേശിക പാർട്ടിയുടെ പിന്നിൽ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ അണിനിരക്കുക. ഈ നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ BJP-യെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ. പക്ഷേ കോൺഗ്രസ് അതിൽ നിൽക്കില്ല. കോൺഗ്രസ് അത് പൊളിക്കും. കോൺഗ്രസ് ഒരിക്കലും ഇന്ത്യ മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വളരാൻ അനുവദിക്കില്ല. അവയെ തകർക്കുന്നതിനു വേണ്ടി ശ്രമിക്കും. അങ്ങനെ സ്വയം കുഴിയിൽ വീഴും. അത് BJP-ക്ക് വലിയ സൗകര്യമായി മാറുകയും അവിടങ്ങളിലെല്ലാം BJP ജയിച്ചു വരികയും ചെയ്യും. അതാണ് കണ്ടത് ദില്ലിയിലും. ഏറ്റവും ഒടുവിൽ ചെറിയ വോട്ട് വ്യത്യാസത്തിലാണ് ആം ആദ്മി പാർട്ടി പുറകോട്ട് പോകുന്നത്. ആ വോട്ട് വ്യത്യാസം എന്നത് കോൺഗ്രസിന്റെ വോട്ടാണ്. അതും കൂടി ലഭിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞേൻ. രാഷ്ട്രീയത്തിൽ ഒന്നും കൂട്ടിയാൽ രണ്ടാകണമെന്നില്ല. എന്ന് വെച്ചാൽ കോൺഗ്രസ് ലഭിച്ച വോട്ടും ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ച വോട്ടും കൂട്ടിയാൽ BJP-യെ പരാജയപ്പെടുത്താൻ കഴിയും എന്നൊന്നും രാഷ്ട്രീയത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ അതിനൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. BJP-ക്കെതിരെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ചിലപ്പോൾ അത് വിജയിക്കുമായിരുന്നു. ഇത്രമാത്രം പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകാൻ കഴിയില്ല. എന്നിട്ടും ആം ആദ്മി പാർട്ടി ദില്ലിയിൽ പിടിച്ചു നിന്നു. ഇപ്പോഴും കേവല ഭൂരിപക്ഷം നേടി BJP എങ്കിലും വൻ ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. 10 വർഷം ഭരിച്ച ദില്ലിയിൽ ആം ആദ്മി പാർട്ടി അങ്ങനെ ഒരു ഭരണവിരുദ്ധ തരംഗം, വികാരം അവിടെയില്ല. ഉണ്ടെങ്കിൽ BJP-ക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുമായിരുന്നു. അത് കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഒരു ഭരണവിരുദ്ധ തരംഗമോ വികാരമോ ദില്ലിയിൽ ഉണ്ടായിരുന്നില്ല. അവിടെ വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടു. ആ ഭിന്നിച്ച വോട്ടുകളിന്റെ മുകളിലാണ് BJP ജയിച്ചു കയറുന്നത്. ആരാണ് വോട്ട് ഭിന്നിപ്പിച്ചത്? അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ നയമില്ലായ്മ, ദൂരക്കാഴ്ചയില്ലായ്മ, ഇതാണ് ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകാൻ ഇടയായ കാരണം. അതിന് പൂർണ്ണ ഉത്തരവാദിത്വം അത് കോൺഗ്രസിനാണ്. ഹരിയാനയിൽ തുടങ്ങിയത് ഇപ്പോഴിതാ ദില്ലിയിൽ എത്തി നിൽക്കുന്നു. ഇനിയെങ്കിലും കോൺഗ്രസ് മാറുമോ എന്ന് ചോദിച്ചാൽ മാറില്ല. കോൺഗ്രസിന് BJP-യെ പരാജയപ്പെടുത്തുക എന്നതല്ല ലക്ഷ്യം. BJP ഭരിച്ചാലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എതിർ പാർട്ടിയായി ഞങ്ങൾ നിൽക്കണം. അതാണ് അവരുടെ ആഗ്രഹം. BJP-യെ പരാജയപ്പെടുത്തുക എന്നത് ആത്യന്തികമായ ലക്ഷ്യമായി കോൺഗ്രസ് കാണുന്നില്ല എന്ന് വേണം കരുതാൻ. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടും അത് നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല കോൺഗ്രസ്. അതിനോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നില്ല കോൺഗ്രസ്. അതാണ് ദില്ലിയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.